ഇന്നലെ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അവിടുത്തെ ആളുകളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നുണ്ട്. അത് അമേരിക്കയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ആ കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് അമേരിക്കയുമായിട്ടുള്ള നിലവിലുള്ള സംഘർഷങ്ങൾ എന്നുള്ളത്, അമേരിക്ക ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളത്, ആ പ്രവർത്തനങ്ങളെ ഒരിക്കലും തങ്ങൾ വിജയിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഈ ഒരു മേഖലയെ ഒന്നാകെ സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴക്കുന്ന രീതിയിൽ അമേരിക്കൻ പടക്കപ്പലിനെ ഉപയോഗിച്ചുകൊണ്ട് യമനിനെയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളെയും ആക്രമിച്ചുകൊണ്ട് അമേരിക്ക തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു ആക്രമണങ്ങൾ എന്നുള്ളത്, അത് കൃത്യമായിട്ട് ഇറാൻ മനസ്സിലാക്കുന്നുവെന്നും ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള പ്രചോദനങ്ങൾ അത് മനസ്സിലാക്കുന്നുവെന്നും ഇറാൻ എന്നുള്ള തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ, ആക്രമണങ്ങളും അമേരിക്കയും ഇസ്രായേലും നടത്തിയാൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തങ്ങൾ നടത്തുമെന്നുള്ള അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള മുൻകൂട്ടിയുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഒരിക്കൽ കൂടി അമേരിക്കയെയും ഇസ്രായേലിനെയും എതിർത്തുകൊണ്ട് അവരുടെ ഈ ഒരു ആക്രമണ പ്രവർത്തനത്തെ എല്ലാ രീതിയിലും അപലപിക്കുന്നുവെന്നും ഇറാനെതിരെയുള്ള ഏതെങ്കിലും നീക്കങ്ങൾക്കുള്ള ഉദ്ദേശമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുള്ളതെങ്കിൽ അതിനെ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ശക്തമായ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് അതിനെ ഇറാൻ അതിജീവിക്കുമെന്നുമുള്ള ഒരു പ്രഖ്യാപനമാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് ശ്രദ്ധേയമായ സമയമാണ്. കാരണം അമേരിക്ക കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ ചെങ്കടലിനെ അവരുടെ പടക്കപ്പലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അമേരിക്ക മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇറാന്റെ അതിർത്തി മേഖലയിൽ ഒന്നാകെ കൃത്യമായിട്ട് അമേരിക്കൻ ചാര നിർമ്മിത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ നിരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ ഇന്റലിജൻസ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള പ്രതിരോധങ്ങൾ നടത്തുകയും ഈ അമേരിക്കൻ ഉപകരണത്തെ അടക്കം അതിൻ്റെ പ്രവർത്തനത്തെ നിർവീര്യമാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പ്രഭാഷണം ശ്രദ്ധേയമാവുന്നത്. അതുകൂടാതെ തന്നെ യമനിലെ അൻസാറുള്ളയെയും ലെബനനിലെ മറ്റു ഈ ഹിസ്ബുള്ളയെയും അടക്കം മറ്റുള്ള ഈ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഇറാന്റെ പ്രോക്സികൾ എന്ന് വിളിക്കുന്നതിനെ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ സ്വന്തം അജണ്ടകൾ തീരുമാനിച്ച് സ്വന്തം അസ്തിത്വ കാരണങ്ങളാൽ ഈ ഒരു സംഘമായി നിലകൊള്ളുന്നതെന്നും ഇവരൊക്കെ പ്രതിരോധ അച്ചുതണ്ടിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ പ്രസ്ഥാനങ്ങളാണെന്നും അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്നും അവർക്കൊന്നും ഇറാന് ഇത്തരത്തിലുള്ള ഒരു പ്രോക്സി ഗ്രൂപ്പിനെ ഉണ്ടാക്കേണ്ട സാഹചര്യമില്ലെന്നും ഇറാന്റെ അതിർത്തികൾ കാക്കാൻ, ഇറാന്റെ മറ്റുള്ള രാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഇറാന് അതിൻ്റെതായ സംവിധാനങ്ങൾ ഉണ്ട് എന്നുമാണ് അയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമാണ് കാര്യങ്ങൾ. അതായത് യമനിലെ അൻസാറുള്ളയുടെയോ അല്ലെങ്കിൽ ലെബനനിലെ ഹിസ്ബുള്ളയുടെയോ കാര്യത്തിൽ തങ്ങളല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അവർക്ക് അതിൻ്റെതായ സംവിധാനങ്ങൾ ഉണ്ട് എന്നും അവരുടെ പോരാട്ട വീര്യത്തെ, അവരുടെ ചെറുത്തുനിൽപ്പുകളെ വില കുറച്ച് കണ്ടുകൊണ്ടുള്ള ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തരുതുമെന്നുമാണ് അമേരിക്കയോടും മറ്റുള്ള ശക്തികളോടും ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ അച്ചുതണ്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന രീതിയിലോ ഇറാൻ ഇടപെടില്ല എന്നുള്ള ഒരു നിലപാട് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ ലെബനനിലെ ഹിസ്ബുള്ളയായാലും യമനിലെ അൻസാറുള്ളയായാലും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങളും മുൻനിർത്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇറാന്റെ ഒരു പ്രോക്സിയായി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല.
അവർ സ്വന്തം നിലക്ക് തന്നെ പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സംഘങ്ങളാണ്. പ്രത്യേകിച്ചും യമനിലെ അൻസാറുള്ള നിലവിൽ വലിയ പിന്തുണയാണ് ഗസൻ ജനതയ്ക്കും അതുപോലെ തന്നെ ഫലസ്തീനികൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തെൽ അവീവിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അടക്കം ആക്രമണം നടത്തിക്കൊണ്ട് ബെൻഗറിയോൺ വിമാനത്താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ആക്രമണങ്ങളാണ് യഥാർത്ഥത്തിൽ അൻസാറുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായിട്ട് യമനിലെ അൻസാറുള്ള അവരുടേതായ തീരുമാനത്തിന്റെ പുറത്ത് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നും ഇവർ ഒരിക്കലും ഇറാന്റെ കമാൻഡിന് പിന്നിൽ പ്രവർത്തിക്കുന്നില്ല എന്നുമാണ്. അത് മാത്രമല്ല, ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് പ്രത്യേകിച്ചും ഫലസ്തീനിലുള്ള ഹമാസ്, ലെബനനിലുള്ള ഹിസ്ബുള്ള, അതുപോലെ തന്നെ യമനിലുള്ള അൻസാറുള്ള തുടങ്ങിയ ഈ ഒരു മേഖലയിൽ ഒന്നാകെ പ്രവർത്തിക്കുന്ന ഈ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും താങ്കൾ നൽകുന്നത് തുടരുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രഖ്യാപനം ഇറാന്റെ പരമോന്നത നേതാവിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രതിരോധ അച്ചുതണ്ടിനെ എല്ലാ രീതിയിലും ഇറാൻ പിന്തുണക്കുന്നുവെന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അവരുടെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക വലിയ തന്ത്രങ്ങൾ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ സംഘർഷമുഖം രൂപപ്പെട്ടിരിക്കുന്ന ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാനെതിരെ എന്ത് സംവിധാനമാണ്, എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആശങ്കയോടുകൂടിയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. മേഖലയെ ഒന്നാകെ സംഘർഷമുഖത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വീണ്ടും സംഭവിച്ചാൽ അത് ഈ ഒരു മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന കാര്യമായിട്ട് മാറും. പ്രത്യേകിച്ചും ചെങ്കടലിൽ നിലവിൽ ഹൂത്തികളുടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അമേരിക്കൻ ഹാരി ട്രൂമാൻ പടക്കപ്പലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മിസൈലുകളും റോക്കറ്റുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള 4ഓളം ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു അമേരിക്കൻ പടക്കപ്പലിനെ ലക്ഷ്യമാക്കി ഈ ഹൂത്തികൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അമേരിക്കൻ സൈനികരെ ഈ ഒരു മേഖലയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്ക. ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഹൂത്തികളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഹൂത്തികളുടെ ആക്രമണങ്ങൾ അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലാക്കി എന്ന് വേണം ഈ കൂടുതൽ സൈന്യത്തെ അയക്കാനുള്ള തീരുമാനത്തെ പറ്റി പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും യമനിലെ അൻസാറുള്ളയെയും ലെബനനിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും ഫലസ്തീനിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും ഒരിക്കൽ കൂടി തങ്ങൾ പിന്തുണക്കുമെന്നുള്ള നിലപാട് ഇറാന്റെ പരമോന്നത നേതാവ് ആവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയുള്ളതായിട്ട്, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലെബനിൽ നിന്നും നിലവിൽ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ പാഞ്ഞിരിക്കുകയാണ്. നേരത്തെ ബെൻഗുറിയോൺ അവരുടെ വിമാനത്താവളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടെ വരുന്ന മുഴുവൻ വിമാന കമ്പനികൾക്കും ഇവിടെ യമൻ ആർമഡ് ഫോഴ്സ് തലവന്റെ യഹിയ സാരിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിമാനത്താവളം ഇനി മുതൽ സുരക്ഷിതമാവില്ലെന്നും അവിടെ വരുന്ന അന്താരാഷ്ട്ര വിമാന കമ്പനികൾ തങ്ങളുടെ പാത സുരക്ഷിതമല്ലെന്ന കാര്യം ഓർക്കണമെന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ വീണ്ടും ഹൂത്തികൾ അവരുടേതായ രീതിയിൽ ഈ ഒരു മേഖലയെ ഇസ്രായേലിനെ വലിയ രീതിയിൽ പ്രതിരോധങ്ങളിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും ഇറാന്റെ ഭാഗത്തു നിന്നും അതിന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഭാഗത്തു നിന്നും അതിന്റെ ഔദ്യോഗിക പ്രസ്താവന രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിലവിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആക്കം കൂടാൻ തന്നെയാണ് സാധ്യത. ഇത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.